നമസ്കാരം. ചെറുപ്പുളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയെ പിടിച്ചുകൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള CIയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിലവിൽ കോഴിക്കോട് DYSP ആയ ഉമേഷ് 2014 CI ആയിരിക്കെ അനാശാസ്യത്തിന് പിടിയിലായ യുവതിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും തന്നോടും ആ കൃത്യത്തിൽ പങ്കുചേരാൻ പ്രേരിപ്പിച്ചുവെന്നുമാണ് ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ സുപ്രധാന വെളിപ്പെടുത്തൽ. 4 പുരുഷന്മാർക്കൊപ്പമാണ് യുവതിയെ നാട്ടുകാർ തടഞ്ഞു വെച്ചത്. അവളും അമ്മയും കുഞ്ഞുങ്ങളുമായി രാത്രി 7:30 ഓട്ടോറിക്ഷയിൽ സ്റ്റേഷനിലെത്തി. അവളെ ഒന്ന് കാണാൻ സ്റ്റേഷന്റെ മുറ്റത്ത് ധാരാളം പേർ വന്നിരുന്നു. ചിലരെല്ലാം അവളെക്കുറിച്ച് വളരെ മോശം പരാമർശങ്ങൾ നടത്തി. അതിൽ 2 പേരെ ഞാൻ അടികൊടുത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്നും വെളിയിലാക്കി. ആ അമ്മയുടെ രോഗാവസ്ഥയും 2 കുഞ്ഞുങ്ങളുടെ കാര്യവും കേട്ടതോടെ എനിക്ക് മാനസിക പ്രയാസം തോന്നി. ഏകദേശം 9 മണി സമയത്ത് ഉമേഷ് എന്നെ അടുത്ത് വിളിച്ച് അവൾ ആള് കൊള്ളാമല്ലോ, ഇന്ന് അവളുടെ അടുത്തേക്ക് പോയാലോ നമുക്ക് രണ്ടാൾക്കും എന്ന് ചോദിച്ചു. എനിക്ക് അക്കാര്യത്തിൽ താല്പര്യം തോന്നിയില്ല. അനാശാസ്യത്തിന് പിടികൂടി എന്ന വാർത്ത വരാതിരിക്കാൻ ആ സമയം അവൾ എന്തിനും റെഡിയായിരുന്നു. അവളെയും കുടുംബത്തെയും പാലക്കാട്ടെ വീട്ടിലേക്ക് അയച്ചു. ഇതിനകം അവളുടെ താമസ സ്ഥലം ഉമേഷ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അവൾ വീട്ടിലെത്തിയ സമയം നോക്കി ഉമേഷും ഞാനും വണ്ടിയുമായി ഇറങ്ങി. വണ്ടി ഓട്ടിച്ചത് ഞാനാണ്. അടുത്തുള്ള ബേക്കറിയിൽ നിന്നും അവളുടെ മക്കൾക്കായി 2 ഡയറി മിൽക്ക് വാങ്ങി. ആ പെൺകുട്ടി അന്ന് പകൽ ഒന്നും കഴിച്ചിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അവൾ താമസിക്കുന്ന വീട്ടിനടുത്ത് ഉമേഷിനെ ഇറക്കി ഞാൻ തിരികെ ബൈപ്പാസിൽ വന്ന് കാറിൽ കിടന്നുറങ്ങി. ഉമേഷ് കാര്യം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ കാറുമായി പോയി ഉമേഷിനെയും കൂട്ടി തിരികെ പോന്നു. എന്നോടും അവളുടെ അടുത്ത് പോകാൻ ഉമേഷ് നിർബന്ധിച്ചു. അവശ്യം നിരാലംബയുമായി അവളോട് അങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല. 2 ദിവസത്തിനു ശേഷം ഒരിക്കൽ കൂടി ഉമേഷിനെ അവിടെ കൂട്ടിക്കൊണ്ടു പോയെന്നാണ് എന്റെ ഓർമ്മ. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നും തോന്നിയില്ല. രാത്രിയിൽ ഞാൻ അവളുമായി നിരന്തരം ഫോണിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഞാൻ അവളെ കാണാൻ പോയി ബന്ധപ്പെട്ടു എന്നും കുറിപ്പിൽ പറയുന്നു. താനും ആ പെൺകുട്ടിയുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്നും പതിവായി ആ വീട്ടിൽ പോകാറുണ്ടെന്നും DYSP ഉമേഷ് തന്റെ കുടുംബത്തെ അറിയിച്ചോ എന്ന സംശയമാണ് CI ബിനു തോമസിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വടകര സ്വദേശിയായ ബിനു തോമസിനെ ശനിയാഴ്ചയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസം മുൻപാണ് അദ്ദേഹം ചെറുപ്പുളശ്ശേരി സ്റ്റേഷനിലെത്തിയത്. തുടക്കത്തിൽ പല മാധ്യമങ്ങളും ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ അന്വേഷിച്ചെങ്കിലും കുടുംബ പ്രശ്നമാണ് മരണകാരണമെന്നാണ് അന്ന് പോലീസ് വ്യക്തമാക്കിയത്. അതേസമയം ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നും സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്നത് 11 വർഷം മുൻപാണ് എന്നും പറഞ്ഞ് തടിയൂരാനാണ് DYSP ഉമേഷിന്റെ ശ്രമം. എന്നാൽ DYSP ഉമേഷിനെതിരെ നടപടിയെടുക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. നവംബർ 15 ചെറുപ്പുളശ്ശേരിയിലെ ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ SHO ബിനു തോമസിന്റെ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലാണ് കോഴിക്കോട് സ്വദേശിയായ ഉമേഷിനെ പ്രതിക്കൂട്ടിലാക്കിയത്. 2014 താൻ CI ആയിരിക്കെ അനാശാസ്യത്തിന് പിടികൂടിയ യുവതിയെ മേലുദ്യോഗസ്ഥനായിരുന്ന ഉമേഷ് വീട്ടിലെത്തി ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും തന്നെയും അതിന് നിർബന്ധിച്ചുവെന്നുമാണ് കുറിപ്പിലെ പ്രധാന പരാമർശം. എന്നാൽ ഒരു ചാനലിനോട് പ്രതികരിക്കവേ ഉമേഷ് കാര്യങ്ങൾ നിഷേധിച്ചു. DYSP ഉമേഷിന്റെ അറിയില്ല വാദങ്ങൾക്കിടെയാണ് പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച വടകര DYSPയെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് കഴിഞ്ഞ ആഴ്ച തന്നെ പോലീസ് ആസ്ഥാനത്തേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് ലഭിച്ച വിവരം.